നല്ലായിരുന്നു. ചെറിയ പടമാണ്, അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ മാത്രമേ നല്ല പടം, കുഴപ്പമില്ല. നല്ല ചെറിയ പടം, നല്ല പടം. പുതുമുഖ താരങ്ങളുടെ അഭിനയം നല്ല പടം. നമ്മുടെ കേരളത്തിലെ കലാരൂപങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. ആ കലാരൂപങ്ങളും പിന്നെ എന്താ പറയുക, കേരളത്തിനുമായുള്ള ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ പുനീത് എന്ന് പറഞ്ഞ ഡയറക്ടർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു വ്യത്യസ്ത പ്രമേയത്തിലെടുത്തൊരു ചിത്രം. എന്താ പറയുന്നത്, നല്ല ഈ നമ്മുടെ ഈ ഇൻഫോ പാർക്ക് പോലെയുള്ള സംവിധാനം, ഇൻ്റർനെറ്റ് പോലെയുള്ള ഇതിലൊക്കെ ഉള്ള തൊഴിൽ മേഖല അന്വേഷിക്കുന്നവരൊക്കെ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. കൊള്ളാം, എല്ലാവരും നല്ല സീമാജി നേരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ചിത്രമാണ് അച്യുതം. കലാരൂപം കാണിക്കേണ്ടത് നമ്മൾ കണ്ണൂർ, കാസർഗോഡ് അവിടുന്ന് അങ്ങോട്ട് വിട്ടാലേ ഉള്ളൂ. നമ്മുടെ ഈ ഭാഗത്തേക്കൊന്നുമില്ല. പക്ഷെ അതിൽ ചെയ്തു വെച്ച സാധനം എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് പടം ചെയ്തത്. അതിൽ അഭിനയിച്ച വില്ലന്മാരായിക്കോട്ടെ, നായകന്മാരായിക്കോട്ടെ, പിന്നെ നായിക, എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. അതെ ടോട്ടൽ ഇതെൻ്റെ ഒരു എന്താ പറയുക ഡെബ്യൂ ഫിലിമാണ്, ഒരു ഹീറോയിനായിട്ട്. സോ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെയുള്ള പ്രൊഡക്ഷൻ നോക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഹോപ്സ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. സോ ഔട്ട്പുട്ട് വരുമ്പം എല്ലാ ഓഡിയൻസിനും വളരെ വളരെ ഒരു ഭംഗിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ കൂടുതൽ ആൾക്കാർ വന്ന് കാണാം. അതൊരു നോൺ ലീനിയർ ഫിലിമും കൂടി ആയതുകൊണ്ട് ഒരു പുതിയ സിനിമാറ്റിക് എക്സ്പീരിയൻസും കൂടി ആയിരിക്കും ഓഡിയൻസിന്. സോ കണ്ടവർ ഒരുപാട് നല്ല അഭിപ്രായമാണ് പറയുന്നത്. സോ ഇനിയും ഓഡിയൻസ് വന്ന് ഇനിയും ഇത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നല്ലൊരു മൂവിയാണ്. നമ്മൾ ശരിക്കും അത് ആ മൂവി കണ്ട് അത് ശരിച്ച് എൻജോയ് ചെയ്തിട്ട് ഇത് കണ്ടാൽ നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. നല്ല കുടുംബ ബന്ധങ്ങൾ പറയാൻ നല്ലൊരു മെസ്സേജ് വരുന്ന ഈ സ്കാമിനെ കുറിച്ചുള്ള വളരെ നല്ലൊരു മൂവിയാണ്. നല്ലൊരു അതുപോലെ ഫോട്ടോഗ്രാഫി, ഡാൻസ്, മ്യൂസിക് എല്ലാം വളരെ നന്നായിട്ടുണ്ട്. തിയേറ്ററൊക്കെ കാണാൻ. അതെ ന്യൂ ജനറേഷൻസ് അത് ഇങ്ങനെ നശിപ്പിക്കപ്പെടാം, അത് മോശമായ കൂട്ടുകെട്ടിൽ ചെന്നുപെടാം. അതുപോലെ അവരെ എങ്ങനെ രക്ഷിക്കുന്നുണ്ട്, അതുപോലെ ഒരു മെസ്സേജാണ് അത്. അതുപോലെ നമ്മൾ സ്കാമിൽ ചെന്ന് പെടാതിരിക്കുക, അല്ലെങ്കിൽ അതിന് എന്ത് പ്രിക്കോഷൻ എടുക്കാം. പിന്നെ അതോടുകൂടി ഒരു നല്ലൊരു കുടുംബ ബന്ധത്തിൻ്റെയും കൂടെ കഥ പറയുന്ന ഒരു ഇതാണ്. ഒരു അച്ഛനും അമ്മയും ചേട്ടനും അനിയത്തിയുള്ള നല്ലൊരു, അങ്ങനെ ഒരു എല്ലാം കൂടെ ഉള്ള ഒരു ചേരുവയായിട്ട് നല്ലൊരു മെസ്സേജാണ്. നല്ലൊരു എഫേർട്ടാണ്. പുതുമുഖങ്ങളെ വെച്ചിട്ടാണെങ്കിലും അവരെല്ലാവരും ഓരോരുത്തർ അവരവരുടെ പാട്ടെല്ലാം നല്ല രീതിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതൊരു സൈബർ ക്രൈമിനെ ബേസ് ചെയ്തിട്ടായിട്ടുള്ളതുകൊണ്ട് ഇതൊരു സോഷ്യൽ അവയർനെസ് കൂടെ ഇത് ചെയ്യുന്നൊരു മൂവിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരുപാട് ആളുകൾ, വീട്ടമ്മമാരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ, നമ്മുടെ ഈവൻ ഫ്രണ്ട്സ് അടക്കം അതിൽ പെട്ടുപോയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എത്ര ശ്രദ്ധിക്കണം എന്നുള്ളതിനൊക്കെയുള്ള ഒരു അവയർനെസ് ആയിട്ടും അറ്റ് ദ സെയിം ടൈം ഫാമിലി ഓറിയൻറ്റഡും ആണ്. ഫാമിലിയുടെ ഇമോഷൻസ്, അവരുടെ കണക്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ അവർ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു മൂവി ആയിരിക്കും. എസ്പെഷ്യലി സോഷ്യൽ അവയർനെസ് ആണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു എല്ലാവരും കാണണം, കണ്ടത് മനസ്സിലാക്കണം എന്നുള്ളതാണ് എല്ലാവരും.